third module topic, Centroid of composite area. Centroid എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യുന്നതിലേക്ക് കടക്കാം. അതിൻ്റെ ഡീറ്റെയിൽ ഡെറിവേഷൻസ് ഒക്കെ നമുക്ക് ഫർദർ പിന്നെ പഠിക്കാം. തൽക്കാലം ഞാൻ എന്താ സെൻട്രോയിഡ് എന്ന് പറയാം. സെൻട്രോയിഡ് എന്ന് പറയുമ്പോൾ 2-dimensional ഫിഗേഴ്സിന് നമ്മൾ പറയുന്ന ഒരു ടേമാണ് സെൻട്രോയിഡ്. അതെന്ന് വെച്ചാൽ ഒരു ജോമെട്രിക് ഏരിയയുടെ സെൻട്രൽ പോർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മൾ സെൻറ്റർ ഓഫ് മാസ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ. എർത്ത് എല്ലാ ബോഡിയിലും ഒരു ഫോഴ്സ് അട്രാക്ട് ചെയ്യുന്നുണ്ട്, ഫോഴ്സ് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് എൻ്റെ വെയിറ്റ് ഓഫ് ദി ബോഡി, എൻ്റെ മാസ് ഓഫ് ദി ബോഡി ഈസ് കോൺസെൻട്രേറ്റഡ് പോയിന്റ് അറ്റ് വിച്ച്. അതേപോലെ വെയിറ്റ് എന്ന് പറയുമ്പോൾ സെൻറ്റർ ഓഫ് വെയിറ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ വെയിറ്റ് ഓഫ് ദി ബോഡി ഈസ് കോൺസെൻട്രേറ്റഡ്. പക്ഷെ നമ്മുടെ 2-dimensional ഫിഗേഴ്സിന് വെയിറ്റ് വരുന്നില്ല, ഒരു പ്ലെയിനിലാണ് നിൽക്കുന്നത് അല്ലേ. ഒരു പ്ലെയിനിൽ നിൽക്കുമ്പോൾ വെയിറ്റ് വരാത്തത് കൊണ്ട് നമുക്ക് ശരിക്കും സെൻറ്റർ ഓഫ് മാസ് എന്നോ സെൻറ്റർ ഓഫ് വെയിറ്റ് എന്നോ എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അതിന് പകരം പറയുന്നത് എഞ്ചിനീയറിംഗിൽ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് സെൻട്രോയിഡ്. സെൻട്രോയിഡ് എന്ന് പറയുമ്പോൾ ഒരു ഏരിയയുടെ സെൻറ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, നമുക്ക് ആദ്യം കുറച്ച് കോമ്പോസിറ്റ് ഷേപ്സ് ഉണ്ട്. ആ ഷേപ്പുകളിലെ സെൻട്രോയിഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്, എന്താണ് അതിൻ്റെ സെൻട്രോയിഡ് എന്നുള്ളത് പറഞ്ഞതിന് ശേഷം പോകും. ഇവിടെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് ഫോർമുലാസ് ആണ് അല്ലേ. ഇനിഷ്യൽസ് ഇതൊരു സ്ക്വയർ ആണ്, ബ്രെഡ്ത്ത് അതിൻ്റെ രണ്ട് സൈഡാണ്, ബിയും ഡിയും ആണ് തന്നിരിക്കുന്നത് അല്ലേ. ബിയും ഡിയും സൈഡുള്ള ഒരു സ്ക്വയർ ഞാനൊന്ന് മാറ്റി വരയ്ക്കും. ഓക്കെ, നമുക്ക് ആദ്യം ഒരു സെൻട്രോയിഡ് കണ്ടുപിടിക്കാനായിട്ടൊരു പ്രോബ്ലം വരികയാണെങ്കിൽ ഒരു ബേസിക് ഷേപ്പ് ഉണ്ട്, നമ്മൾ ആ ഷേപ്പ് ആദ്യം വരയ്ക്കും. ഇതിൻ്റെ ലെഫ്റ്റ് എൻഡിൽ ബോട്ടം എൻഡിൽ, ആ ഫിഗറിൻ്റെ ലെഫ്റ്റ് എൻഡിലും ബോട്ടം എൻഡിലും നമ്മുടെ ആക്സിസ് കൺസിഡർ ചെയ്യാം. എക്സ് ആക്സിസ്, വൈ ആക്സിസ്. ഈ ബോഡിയുടെ സെൻറ്റർ എവിടെ ആയിരിക്കും? സിമെട്രിക് ആണല്ലേ. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് സിമെട്രിക് ആണ്, വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ് സിമെട്രിക് ആണ്. എക്സിൻ്റെ സിമെട്രിക് എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ അപ്പർ ഈ രണ്ട് പോർഷനും സെയിം ആയിരിക്കും. അതേപോലെ ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ ഈ രണ്ട് ഹാഫ് സെയിം ആയിരിക്കും. അപ്പോൾ അതാണ് സിമെട്രിസിറ്റി എന്ന് പറയുന്നത്. സിമെട്രിക് ആവുന്ന ബോഡിയുടെ സെൻറ്റർ ഓഫ് സെൻട്രോയിഡും നമ്മുടെ നോർമൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും സെയിം ആയിരിക്കും. അപ്പോൾ ഈ ബോഡിയിൽ ജി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ആയിട്ട് വരും, നടുക്ക് വരും. ഇനി വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ആ കോർഡിനേറ്റ്സ് ആണ് മാറിക്കുന്നത്. സെൻട്രോയിഡിൻ്റെ കോർഡിനേറ്റ്സ് ആണ് എക്സ് ബാർ, വൈ ബാർ. നമ്മളിവിടെ എല്ലാത്തിലും കണ്ടുപിടിക്കുന്നത് എക്സ് ബാർ എത്രയാണ്, വൈ ബാർ എത്രയാണെന്നുള്ളതാണ്. ഈ ബോഡി ബിയും ഡിയും ആണെന്ന് ഞാൻ പറഞ്ഞല്ലേ. അപ്പോൾ എക്സ് എവിടെ, എക്സ് ബാർ എവിടെ ആയിരിക്കും? സെൻട്രൽ പോയിന്റിലാണല്ലേ. ഇത്രയും ഡിസ്റ്റൻസ് ആണ് ഫ്രം O. അപ്പോൾ എന്താണ്? b/2. സോ എക്സ് ബാർ ഈക്വൽ ടു b/2. വൈ ബാർ ആകുമ്പോഴോ d/2. ഇതാണ് നമ്മുടെ ഒരു റെക്റ്റാങ്കിളിൻ്റെ കേസിൽ അല്ലെങ്കിൽ സ്ക്വയറിൻ്റെ കേസിൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ജി കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ഇനി ഇതേപോലെ ഒരു സർക്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിലോ, ഒരു ഡയമെൻഷനേ ഉള്ളല്ലേ റേഡിയസ്, അല്ലെങ്കിൽ ഇനി d/2 എന്നും പറയാം. ഡയമീറ്റർ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ സെൻറ്ററോ ആദ്യം എന്ത് ചെയ്യും, ലെഫ്റ്റ് എൻഡിലും ബോട്ടം എൻഡിലും കൂടെ ടച്ച് ചെയ്യുന്ന രീതിയിൽ ആക്സിസ് കൺസിഡർ ചെയ്തു. വൈ ആക്സിസ്, എക്സ് ആക്സിസ്. ഇനി എക്സ് ബാർ എന്താണ്? ഈ O എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഇതിന് ജി കിടക്കുന്ന എവിടെയാണ്? സിമെട്രിക് ഷേപ്പാണ് സെൻട്രൽ ലൈൻ. ഇവിടെ തൊട്ട് ജിയുടെ കോർഡിനേറ്റ്, എക്സ് കോർഡിനേറ്റ് എന്താണ്? ടോട്ടൽ ലെങ്ത് ഇവിടെ തൊട്ട് ഇവിടെ വരെ എത്രയാണ്? 6 ലെങ്ത് അല്ലേ. സോ എക്സ് ബാർ ഈക്വൽ ടു 6, വൈ ബാറും സെയിം തന്നെ അല്ലേ, അല്ലെങ്കിൽ d/2 എന്നും പറഞ്ഞു. സർക്കിളിൻ്റെ കേസിൽ എക്സ് ബാർ വൈ ബാർ സെയിം ആണ്, d/2 എന്ന് പറയാം. ഇനി അടുത്ത ഫിഗർ എടുക്കുക. ഇനിയുള്ളത് ട്രയാങ്കിൾ ആണ്. പോലെ ഒരു സെക്കൻഡ്. അടുത്ത ഫിഗർ ട്രയാങ്കിൾ, ഒരു റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യും. ഡിഗ്രി. ഇതിൻ്റെ സെൻട്രോയിഡ് നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. ഇൻ്റഗ്രൽ എക്സ് ബാർ, ഇൻ്റഗ്രൽ എക്സ് ഡി ഡബ്ല്യു ബൈ ഇൻ്റഗ്രൽ ഡി ഡബ്ല്യു എന്ന് പറഞ്ഞിട്ട് നമുക്കത് ഫർദർ നമുക്ക് തിയറി പഠിക്കുമ്പോൾ നമുക്ക് നോക്കാം. തൽക്കാലം പ്രോബ്ലം ചെയ്യുന്ന രീതി നമുക്ക് നോക്കാം. എച്ച്, ഇത് ബി. ജി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ആയിരിക്കും. ഓക്കെ, ജി എന്ന് പറയുന്ന പോയിന്റ് ഇതായിരിക്കും. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതേപോലെ തന്നെ കാണാതെ പഠിച്ച് വെച്ചിരിക്കുക.
bar equal to h by 3, y bar equal to h bar equal to b by 3, y bar equal to h by 3. കാരണം ടോട്ടൽ ഡിസ്റ്റൻസ് b ആണ്. അതിൻ്റെ റൈറ്റ് ആംഗിൾ ഉണ്ടാകുന്ന എഡ്ജെന്ന് 1/3 ഡിസ്റ്റൻസിലാണ് ജി കിടക്കുന്നത്. എച്ചും റൈറ്റ് ആംഗിളിൻ്റെ ദിശയായ കോർണറിൽ നിന്ന് 1/3 ഡിസ്റ്റൻസിലാണ് കിടക്കുന്നത്. ഈ ഷേപ്പ് ഇനി എങ്ങനെ മാറിയും തിരിഞ്ഞും വന്നാലും ഇതിൻ്റെ സെൻട്രോയിഡിൻ്റെ ഒരു പൊസിഷൻ മാറുന്നില്ല. ഇങ്ങനെ വന്നാൽ ഞാൻ ഈ റൈറ്റ് ട്രയാങ്കിൾ ഇപ്പം സ്ട്രെയിറ്റ് ആയിട്ട് ബേസിൽ റെസ്റ്റ് ചെയ്തിരിക്കുമ്പോൾ ഇങ്ങനെയാണ്. ഈ റൈറ്റ് ട്രയാങ്കിൾ സപ്പോസ് ഇങ്ങനെയാണെങ്കിലോ ഡിഫറൻസ് ഉണ്ടാക്കുന്നില്ല. ജി ഇവിടെ തന്നെ ആയിരിക്കും. നമ്മൾ ആക്സിസ് കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ ആക്സിസ് കൺസിഡർ ചെയ്യേണ്ടി വരും. ഇതുവഴിയാണ് പാസ് ചെയ്യുന്നത്. അതേ ചെയ്യുക. ഇത് എക്സ്, ഇത് വൈ. അപ്പോൾ നമുക്കറിയാം ജി എവിടെയാണ്? ഇവിടുന്ന് ബി ബൈ 3യിലും ഇവിടുന്ന് എച്ച് ബൈ 3യിലുമാണ്. ഇത് ബിയും ഇത് എച്ചും ആണെങ്കിൽ അല്ലേ? ഈ ജി എന്ന് പറയുന്നതിൻ്റെ കോർഡിനേറ്റ് നമ്മൾ എങ്ങനെ മാർക്ക് ചെയ്യുന്നത്? എക്സ് ബാർ എന്ന് പറയുമ്പോൾ ഇതല്ലേ എക്സ് ഡിസ്റ്റൻസ്. ഈ ആക്സിസ് വൈ ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് അല്ലേ എക്സ് ബാർ. എക്സ് ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് അല്ലേ വൈ ബാർ. അപ്പോൾ എന്തായിരിക്കും? ഇത്രയും ഡിസ്റ്റൻസ് മതി നമുക്ക് ഇതിനകത്ത് അല്ലേ? ടോട്ടൽ ഡിസ്റ്റൻസ് എച്ച്, ഇവിടെ വരെ ഡിസ്റ്റൻസ് എച്ച് ആണ്. ഇത്ര എച്ച് ബൈ 3 ആണ്. വൈ ബാർ എന്തായിരിക്കും? എച്ച് മൈനസ് എച്ച് ബൈ 3. എച്ച് ബാറോ ടോട്ടൽ ഡിസ്റ്റൻസ് ബി, ഇത്രയും ഡിസ്റ്റൻസ് ബി ബൈ 3, ഇത് ഇത്രയും ബി. നമുക്ക് വേണ്ടത് ഇത്രയും ഡിസ്റ്റൻസ് ആണ്. സോ ബി മൈനസ് ബി ബൈ 3. ഇവിടെ 2/3 എച്ച് എന്ന് വരും, ഇവിടെ 2/3 ബി എന്ന് വരും. ഈ ഷേപ്പിന് എങ്ങനെ മറിഞ്ഞും തിരിഞ്ഞ് വന്നാലും റൈറ്റ് ആംഗിളിൽ കോർണറിൽ എച്ച് ബൈ 3 ബി ബൈ 3 ഡിസ്റ്റൻസിലായിരിക്കും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ഞാൻ മാറ്റി. ഇനി അടുത്ത് വരുന്ന ഷേപ്പ് സെമി സർക്കിൾ ആയിരിക്കും. സെമി സർക്കിൾ അല്ലെങ്കിൽ ആർക്ക് കൺസിഡർ. സെമി സർക്കിൾ കൺസിഡർ ചെയ്ത് ആർക്ക് കൺസിഡർ. അപ്പോൾ സെമി സർക്കിൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്തു? എക്സ് മാർക്ക് ചെയ്തു, ലെഫ്റ്റിൽ ഞാൻ വൈ മാർക്ക് ചെയ്തു. സിമെട്രിക് ആണല്ലോ. സിമെട്രിക് ഏത് ആക്സിലാണ് സിമെട്രിക്? ഞാൻ ഇങ്ങനെ ഒരു വര വരച്ചിട്ട് മടക്കിയ സിമെട്രിക് ആണോ? അല്ല. പക്ഷെ ഞാൻ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഈ ഹാഫ് സെയിം അല്ലേ? അത് സിമെട്രിക് ആണ്. സിമെട്രിക് ആകുമ്പോൾ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഇതിൻ്റെ ഒരു പോയിന്റ് കിടക്കുന്നത് നടുക്കാണ്. വിത്ത് റെസ്പെക്ട് വൈ ആയതുകൊണ്ട് ജി കിടക്കുന്നത് ഈ ലൈനിൽ എവിടെയാണ്? വൈൻ്റെ കോർഡിനേറ്റ് അത് എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ആർ. സോ എക്സ് ബാർ ഈക്വൽ ടു ആർ. വൈ ബാർ എന്ന് പറയുന്നത് ഇത് റേഡിയസ് ടോട്ടൽ നമുക്ക് റേഡിയസ് നമുക്കറിയാമല്ലോ. ആറാണ് റേഡിയസ് എങ്കിൽ 4r/3π ആണ്. ഇത് ഓർത്ത് വെച്ചിരിക്കും. ഇതെല്ലാം കാണാതെ പഠിച്ചേ പറ്റും. നമുക്ക് പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഇതെല്ലാം ആവശ്യമുണ്ട്. ഇനി ഇതേപോലെ നമുക്ക് വേണ്ടത് ഒരു ക്വാഡ്രന്റ് ഇങ്ങോട്ട് എടുക്കുക. ക്വാഡ്രന്റ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ആകെ ഒരു ഡയമെൻഷനെ വരുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ലെഫ്റ്റ് എൻഡിൽ വൈ മാർക്ക് ചെയ്യും, ബോട്ടം എൻഡിൽ എക്സ് ആക്സിസ് മാർക്ക് ചെയ്യും. ജി വരുന്നത് ഇവിടാണ്. ജി എന്ന് പറയുമ്പോൾ റൈറ്റ് ആംഗിൾ കോർണറിൽ നിന്ന് ഈ രണ്ട് പോയിന്റിലാണ്. ഇതൊരു റേഡിയസ് ആണ് നമുക്കറിയാം, ആകെ ഡയമെൻഷൻ. സോ ഇതിലുള്ളത് എക്സ് ബാർ ഈക്വൽ ടു വൈ ബാർ ഈക്വൽ ടു 4r/3π. രണ്ടും മാറുന്നില്ല. ഞാൻ പറഞ്ഞു ഒരു ക്വാഡ്രന്റ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ സെൻറ്ററിൽ നിന്ന് 4r/3π ആണ് ഈ ഡിസ്റ്റൻസ്. 4r/3π ആണ് ഈ ഡിസ്റ്റൻസ്. ഈ രണ്ട് ഡിസ്റ്റൻസിലാണ് ജി കിടക്കുന്നത്. ഇതിൻ്റെ കോർഡിനേറ്റ്സ് ആണ് എക്സ് ബാർ വൈ ബാർ. അപ്പോൾ ഈ ഷേപ്പിന് എങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും വന്നാലും മാറാൻ പോകുന്നില്ല. അതായത് ഇങ്ങനെ വന്നു എന്നിരിക്കട്ടെ. നമുക്കറിയാം ജി എവിടെയാണ്? ഇതാണ് പോയിന്റ്. നമ്മൾ ആക്സിസ് വരയ്ക്കുന്നത്
ലെഫ്റ്റ് എൻഡിലും ബോട്ടം എൻഡിലും. എക്സ് ആക്സിസ് വൈ ആക്സിസ്. ടോട്ടൽ ലെങ്ത് നമുക്കറിയാം 6 ആണ്. ഇവിടെയാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അല്ലേ. നമുക്ക് വേണ്ട ഡിസ്റ്റൻസ് എന്താണ്? ഇതാണ് എക്സ് ബാർ, ഇതാണ് വൈ ബാർ. അപ്പോൾ എക്സ് ബാർ എന്ന് പറയുമ്പോൾ ഇത് ഇത്രയും നമുക്കറിയാം, നേരത്തെ കേസ് നമ്മൾ കണ്ടുപിടിച്ചു 4r/3 ഈ ഡിസ്റ്റൻസ്. ഇത് മൊത്തം 6 ആണ്. അപ്പോൾ എക്സ് ബാർ ഈക്വൽ ടു r മൈനസ് 4r/3. വൈ ബാർ ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് റേഡിയസ് ആണെന്ന് അറിയാലോ, ടോട്ടൽ ഡിസ്റ്റൻസ് 6 ആണ്. നമുക്ക് വേണ്ടത് ഈ ഡിസ്റ്റൻസ് ആണ്. ഇത് മൊത്തം 6 ആണ്, ഇത് ഇത്രയും 4r/3 ആണ്. r മൈനസ് 4r/3, r മൈനസ് 4r/3. ഇത്രയാണ് നമ്മുടെ സെമി സർക്കിൾ ഒരു ക്വാഡ്രന്റിന്റെ കേസ്. ഇത്രയും ഫോർമുലാസ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം ചെയ്യും. നിങ്ങൾ ഇത്രയും ഫോർമുലാസ് ഒന്ന് എഴുതിയെടുക്കുക. ഓക്കെ. സ്ക്വയറിന് എക്സ് ബാർ ഈക്വൽ b/2, വൈ ബാർ ഈക്വൽ d/2. റെക്ടാങ്കിളിന് എക്സ് ബാർ ഈക്വൽ b/2, വൈ ബാർ ഈക്വൽ d/2. റൈറ്റ് ട്രയാങ്കിളിന്റെ സൈഡിൽ നിന്ന് ഈ ലെങ്ത് എക്സ് ബാർ ഈക്വൽ b/3, വൈ ബാർ ഈക്വൽ h/3. ഈ ട്രയാങ്കിൾ തിരിച്ചു വെച്ചാലും ഇത് മാറുന്നില്ല, ജി ഇവിടെ തന്നെയാണ്. നമ്മുടെ ആക്സിസ് കൺസിഡർ ചെയ്യുന്ന ഇവിടെ നിന്നായതുകൊണ്ടാണ് b മൈനസ് b/3യും h മൈനസ് h/3യും വരുന്നത്. പിന്നെ സർക്കിൾ ക്വാഡ്രന്റിന്റെ ഒരു കേസിൽ റൈറ്റ് ക്വാഡ്രന്റ് ആണ് എടുക്കുന്നതെങ്കിൽ എക്സ് ബാറും വൈ ബാറും 4r/3. ഇനി തിരിഞ്ഞു വന്നാലും എങ്ങനെ വന്നാലും ഇത് മാറാൻ പോകുന്നില്ല. ഈ എൻഡിൽ നിന്ന് 4r/3 ഡിസ്റ്റൻസ് മാറിയിട്ടാണ്. അപ്പോൾ ഇവിടെ തൊട്ട് ഇതാണ് നമുക്ക് എക്സ് ബാർ, ഇത് തൊട്ട് ഇവിടെ വേണം വൈ ബാർ. ഇവിടെ വരുമ്പോഴോ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 6. വൈ ഡിസ്റ്റൻസ് 4r/3. ഇത്രയാണ് നമ്മുടെ സെൻട്രോയിഡ് കണ്ടുപിടിക്കാനുള്ള ബേസിക് ഫോർമുല. ഇത് വെച്ചിട്ടാണ് നമ്മൾ കോമ്പോസിറ്റ് ഷേപ്പ് വരുമ്പോൾ ഇനി ഇതുപോലെ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് പല ഇതിൻ്റെ തന്നെ മിക്സ് ആയിട്ടുള്ള ഷേപ്സ് വരും. അതായത് ഒരു ടി സെക്ഷൻ പറയാം, ടി പോലെ തന്നെ ഐ സെക്ഷൻ വരാം, പിന്നെ സെമി സർക്കിളോട് കൂടിയ ഇങ്ങനത്തെ ഷേപ്സോ ട്രപ്പിസോയിഡ് ഷേപ്സ് ഒക്കെ വരാം. ഇങ്ങനത്തെ ഷേപ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാ ഫോർമുലാസിൻ്റെയും കൂടി ഒരു യൂസ് ഇവിടെ വരും. ഐ സെക്ഷൻ എന്ന് പറയുമ്പോൾ 3 റെക്ടാങ്കിൾ സെക്ഷനാണ് അല്ലെങ്കിൽ ട്രയാങ്കിൾ സെക്ഷനാണ്. ടി എന്ന് പറയുമ്പോൾ ഇതാണ് ഒരു സെമി സർക്കിൾ, ഒരു സ്ക്വയറാണ്, ഇവിടെ അല്ലെങ്കിൽ റെക്ടാങ്കിൾ ആണ്. ഒരു ട്രയാങ്കിൾ, ഒരു റെക്ടാങ്കിൾ, ഒരു സർക്കിൾ. ഇത്രയും ഇതിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷൻസ് ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബേസിക് ആയിട്ട് ഇത്രയും ഫോർമുലാസ് അറിഞ്ഞിരിക്കും. ഇത്രയും ഫോർമുലാസ് എഴുതിയെടുക്കും. നോക്കിയതിനു ശേഷം നമുക്ക് ബാക്കി നോക്കാം.